SSLC ഫലം ഇന്നറിയാം. SSLC ഫലപ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. 1 മണിക്കൂറിനുള്ളിൽ ഫലങ്ങൾ പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കും. +1 ക്ലാസുകൾ ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. എല്ലാ കുട്ടികളും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഫലം അറിയുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുക. ഒരു തരത്തിലുള്ള ടെൻഷനും ആവശ്യമില്ല. കൃത്യം 3 മണിക്ക് തന്നെ ഫലം പ്രഖ്യാപിക്കുന്നതിൻ്റെ നടപടികൾ ആരംഭിക്കും. കഴിഞ്ഞ വർഷം മാർജിനൽ ഇൻക്രീസിലൂടെ അപേക്ഷ കിട്ടിയ ഏതാണ്ട് മുഴുവൻ കുട്ടികൾക്കും 1 മാസത്തെ ക്ലാസ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ പ്രാവശ്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കഴിയും. ഗവൺമെന്റ് പരീക്ഷ നടത്തിപ്പിന്റെ കാര്യത്തിലായിരുന്നാലും വാല്യുവേഷന്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി അഡ്മിഷന്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ കുറ്റമറ്റതായ സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള ഭയപ്പാടിന്റെ കാര്യവും ഇല്ല. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എപ്പോഴാണ് ഫലപ്രഖ്യാപനം? വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? വേണു, സംസ്ഥാനത്ത് 4,27,105 വിദ്യാർത്ഥികളാണ് SSLC ഫലത്തിനായി പരീക്ഷ എഴുതി കാത്തിരിക്കുന്നത്. 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ PR ചേംബറിൽ അദ്ദേഹം SSLCയുടെ ഫലപ്രഖ്യാപനം നടത്തും. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ 4 മണിയോടുകൂടെ വെബ്സൈറ്റുകളിൽ ഈ ഫലം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വെബ്സൈറ്റുകൾ ഇതൊക്കെയാണ്: പരീക്ഷാഭവൻ.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭിക്കും. അതുപോലെ prd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭിക്കും. SSLC exam.kerala.gov.in എന്ന വെബ്സൈറ്റിലും കൈറ്റിന്റെ results.kite.kerala.gov.in എന്ന വെബ്സൈറ്റിലും SSLC ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഇതിൽ ഒരു ഈ മൂല്യനിർണ്ണയത്തിലടക്കം റെക്കോർഡ് വേഗതയാണ് ഇത്തവണത്തെ SSLC ഫലത്തിലുള്ളത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ മെയ് 19 ഫലം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ 11 ദിവസം മുൻപേ SSLCയുടെ ഫലം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7,977 വിദ്യാർത്ഥികൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഇത്തവണ പരീക്ഷ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 99.7% വിജയ ശതമാനം. അത് ഏത് വിധത്തിലാണ് ഇത്തവണ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. എന്താണെങ്കിലും പൂർണ്ണമായി ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല വിദ്യാർത്ഥികൾക്കെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നുണ്ട്. അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടു കൂടെ ഇരുന്നു കൊള്ളാൻ അത് കുട്ടികളോടും അതുപോലെ രക്ഷിതാക്കളോടും അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണ്ട് 10,863 അധ്യാപകർ ആണ് ഈ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തത്. ഏപ്രിൽ മാസം 3 മുതൽ 20 വരെയാണ് ഈ മൂല്യനിർണ്ണയ ക്യാമ്പ് നടന്നത്. റെക്കോർഡ് വേഗത്തിൽ ഇത് പൂർത്തിയാക്കാനായി എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ 2 ആഴ്ച മുമ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് തന്നെ ഈ +1 ക്ലാസുകൾ, ഹയർ സെക്കൻഡറി 1-ാം വർഷ ക്ലാസുകൾ നേരത്തെ ആരംഭിക്കാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. 1 മുതൽ 3 ഘട്ടം വരെയുള്ള അലോട്ട്മെന്റിനൊപ്പം തന്നെ അഡീഷണൽ അതുപോലെ മാർജിനൽ സീറ്റുകളിലേക്കും അപേക്ഷിക്കാനാകുമെന്നും അവർക്കും ക്ലാസ് നഷ്ടപ്പെടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പരീക്ഷാ നടത്തിപ്പ്, വാല്യുവേഷൻ, 1-ാം വർഷ അലോട്ട്മെന്റ് എല്ലാം സർക്കാർ കുറ്റമറ്റതായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി 24-നോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും 3 മണി വരെ, ഇനി ചെറിയ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, അതുവരെ SSLC ഫലത്തിനായി കാത്തിരിക്കാൻ വേണം. ശരി, SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം 3 മണിക്ക്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.